പൊട്ടറ്റോ വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ അതിനായിട്ട് ഒരു പൊട്ടറ്റോ എടുക്കുക. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം വളരെ നൈസായിട്ടതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു സ്റ്റിക്കിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ സ്റ്റിക്കിലും ഇതുപോലെ മടക്കി വെച്ച് ഓരോന്ന് ചെയ്തെടുക്കുക. ഞാനിവിടെ 3 സ്റ്റിക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ മൈദയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ആ പൊട്ടറ്റോയുടെ സ്റ്റിക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണമെന്നില്ല കേട്ടോ. ഇതുപോലെ ഒഴിച്ചു കൊടുത്താലും എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. എന്നിട്ട് നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചൂടോടുകൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മയോണൈസോ അല്ലെങ്കിൽ സോസൊക്കെ മുക്കിയിട്ട് വേണമെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല ക്രിപ്സി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.